ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ടെഹ്റാനിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും ആക്രമണം നിർത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അൻവർ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അൻവർ, ഈ വെടിനിർത്തൽ ഒരു ധാരണ നിലവിൽ വന്നുവെന്ന് രാവിലെ ഇരു രാജ്യങ്ങളും അറിയിച്ചതാണ്, ഇറാനും ഇസ്രായേലും. പക്ഷേ പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഡൊണാൾഡ് ട്രംപിന് കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടി വരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ ധാരണ നിലവിൽ വന്നുവെന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്താണ്? തൽക്കാലത്തേക്കാണെങ്കിലും ഒരു സമാധാനത്തിന് അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടോ അവിടെ? വിജയകുമാർ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് താൽക്കാലികമായെങ്കിലും ആക്രമണത്തിന് ഒരു അറുതി ഉണ്ടായിട്ടുണ്ട്. ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഉണ്ട് നമുക്ക് തീർച്ചയായും പറയാം. രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഇറാൻ തങ്ങളെ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനുശേഷം ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭാഷയിൽ ഇസ്രായേലിന് വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ ട്രൂസ് വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം ആക്രമിക്കരുത് ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷവും ആക്രമണമുണ്ടായി. ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. അടിയന്തരമായി ഇസ്രായേൽ പൈലറ്റുമാരോട് തിരിച്ചു പോരാൻ നെതന്യാഹു ആവശ്യപ്പെടണമെന്നടക്കമുള്ള ശക്തമായ ഭാഷയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇസ്രായേൽ ഒരു ആക്രമണവും നടത്തില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകി. അതിനുശേഷം വീണ്ടും ട്രൂത്ത് പോസ്റ്റിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പുതിയ പോസ്റ്റുമായി അദ്ദേഹം വന്നു. ഇനി ആക്രമണം ഉണ്ടായില്ല, ശരിക്കും വെടിനിർത്തൽ കരാർ ഇൻ എഫക്റ്റ് പ്രാബല്യത്തിലായി എന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഇറാനിലെ രണ്ട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തെഹ്റാനിലും വടക്കൻ ഇറാൻ നഗരമായ ബോബോൾസിലും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പ്രത്യാക്രമണമൊന്നും ഇറാൻ നടത്തിയിട്ടില്ല. എന്തായാലും ഈ 12 ദിവസം തുടരുന്ന ആക്രമണത്തിൽ ഇറാനിൽ 610 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ 28 പേരാണ് ഇസ്രായേലിൽ മരിച്ചത്. ഈ വെടിനിർത്തൽ കരാർ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ട്രംപിൻ്റെ അതിനിർണായകമായ ശാസനക്കും ഇതിനും വഴങ്ങി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങളൊന്നും ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഇടപെടലിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനില്ല, ആദ്യം ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ ഇത് പാലിക്കുന്നിടത്തോളം കാലം ഇറാനും വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഈ 12 ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ ഔദ്യോഗികമായി പറയുകയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, ഇറാന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ചർച്ചയ്ക്കുള്ള സന്നദ്ധ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഖത്തർ പ്രസിഡന്റുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഖത്തറിലെ അമേരിക്കൻ ബേസിനെയാണ് ഇറാൻ ആക്രമിച്ചത്. അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന തരത്തിലുള്ള സംഭാഷണം നടന്നു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ആണവ ഊർജ്ജ ഏജൻസിയും ഈ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, അതിൻ്റെ സുരക്ഷാ പരിശോധന അത്യാവശ്യമാണെന്നൊരു പ്രസ്താവനയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 12 ദിവസമായി ഉണ്ടായിരുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിന് അറുതിയുണ്ട്. അവിടെ നിന്ന് സമാധാനത്തിൻ്റെ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമുക്ക് മുഖവിലേക്കെടുത്താൽ അത് വിശ്വസിക്കാമെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശാശ്വതമാണോ, അത് നിലനിൽക്കുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ വെടിയൊച്ചകളില്ല, ബോംബ് സ്ഫോടനങ്ങളില്ല, അല്ലെങ്കിൽ വലിയ സ്ഫോടനത്തിൻ്റെ ശബ്ദങ്ങൾ ഇസ്രായേലിൽ നിന്നോ ഇറാനിൽ നിന്നോ കേൾക്കുന്നില്ല എന്നതാണ് സമാധാന പ്രേമികളെ സംബന്ധിച്ച് ഒരു ആശ്വാസ വാർത്ത.